ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോ വോൾട്ടൈക് കൺവേർഷനാണ്. സോ ഫോട്ടോ വോൾട്ടൈക് കൺവേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ ഫോട്ടോ വോൾട്ടൈക് കൺവേർഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ, ഫോട്ടോ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ ലൈറ്റ് എനർജി ഫോൾ ചെയ്ത് കഴിയുമ്പോൾ അതിന് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് പിന്നീട് അതിനകത്തൊരു കണ്ടക്ടിവിറ്റി, അതായത് ഫ്ലോ ഓഫ് കറണ്ടിനെ റിസൾട്ട് ചെയ്യും. സോ ഒരു മെറ്റീരിയലിൽ ലൈറ്റ് എനർജി ഇൻസിഡൻ്റ് ആയി കഴിയുമ്പോൾ ആ മെറ്റീരിയൽ അതിൻ്റെ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുകയും അത് കാരണം അതിനകത്തൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവുകയും ഈ പൊട്ടൻഷ്യൽ കുറച്ച് കഴിയുമ്പോൾ ഒരു കറണ്ടിനെ റിസൾട്ട് ചെയ്യുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഫോട്ടോ വോൾട്ടൈക് കൺവേർഷൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇലക്ട്രിക് മെക്കാനിസം നടക്കുന്ന ഒരു സെല്ലാണ് സോളാർ സെൽ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടും നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളതായിട്ടുള്ളൊരു സെല്ലാണ് സോളാർ സെൽ. സോ സോളാർ സെല്ല് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ സോളാർ സെല്ലിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും, അതിൻ്റെ ഒരു സർഫസിൽ ലൈറ്റ് എനർജി ഒന്ന് വീഴുന്നു, അതിന് താഴെ നിന്ന് നമ്മൾ ടെർമിനൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കോൺടാക്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് എടുക്കുന്നുണ്ട്. സോ ഈ എത്ര വോൾട്ടേജ് നമുക്ക് കിട്ടും എന്നുള്ളത് അതിനകത്ത് ഇൻസിഡൻ്റ് ആകുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് കൂടുതലായിരിക്കും. പിന്നെ ഒരു സോളാർ സെല്ലിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്പർ ഓഫ് സോളാർ സെൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് അതിൻ്റെ രണ്ട് കൺസ്ട്രക്ഷൻ വർക്കിങ്ങും പറയാൻ പറ്റും. സോ ഏതൊരു സോളാർ സെല്ലും ഒരു ബേസിക്കലി ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണെന്ന് നമുക്ക് പറയാം. സോ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നമുക്കറിയാം ഒരു പി റീജിയൻ ഉണ്ടാവും, എൻ റീജിയൻ ഉണ്ടാവും, അതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിപ്ലീഷൻ റീജിയൻ നടുക്കുണ്ടാവും. സോ ഈ ഒരു ഡയോഡ്, സാധാ ഡയോഡും എങ്ങനെയാണ് ഒരു സോളാർ സെല്ലും അല്ലെങ്കിൽ സോളാറിനായിട്ട് ഫോട്ടോ ഇലക്ട്രിക് ഡയോഡും ഡിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഡയോഡ്സിൽ അല്ലെങ്കിൽ സോളാർ സെൽസിനകത്ത് ഉപയോഗിക്കുന്ന ഡയോഡ്സിൻ്റെ എൻ റീജിയൻ ഹെവ്ലി ഡോപ്ഡ് ആയിരിക്കും, അതായത് അവിടുത്തെ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ എൻ റീജിയൻ്റെ തിക്നെസ് വളരെ കുറവായിരിക്കും. പക്ഷേ പി റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ സാധാ ഡയോഡ്സിനെ പോലെ തന്നെ ഒരു മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, തിക്നെസ് സാധാ ഡയോഡ്സിനെ പോലെ ഉണ്ടാവും. ഇവർ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിപ്ലീഷൻ റീജിയനും കാണും. സോ ബേസിക്കലി ഒരു ഫോട്ടോ ഇലക്ട്രിക് സെൽ അല്ലെങ്കിൽ നമ്മുടെ സോളാർ സെൽ എന്ന് പറയുന്നത് ഒരു എൻ റീജിയനും പി റീജിയനും ഒരു ഡിപ്ലീഷൻ റീജിയനുമുള്ള ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഇവിടുത്തെ എൻ റീജിയൻ ഹെവ്ലി ഡോപ്ഡും തിന്നും ആയിരിക്കും, പി റീജിയൻ മോഡറേറ്റ്ലി ഡോപ്ഡും നോർമൽ ഡയോഡിൻ്റെ തിക്നെസ് ആയിരിക്കും. ഇനി ഈ ഡയോഡ്സിൽ നിന്ന് നമുക്ക് പുറത്ത് കോൺടാക്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് പി റീജിയനിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട്സ് എടുക്കും. പക്ഷേ എൻ റീജിയനിലാണ് നമ്മൾ ലൈറ്റ് വന്ന് വീഴുന്നത്. സോ എൻ റീജിയനിൽ മൊത്തം കവർ ചെയ്തുകൊണ്ട് നമുക്ക് കോൺടാക്ട് എടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു പോർഷനിൽ നിന്നായിരിക്കും നമ്മൾ കോൺടാക്ട് എടുക്കുന്നത്. അതിന് നമ്മൾ ഫിംഗർ ഇലക്ട്രോഡ് എന്ന് പറയും. സോ ബാക്ക് ഇലക്ട്രോഡിൽ നിന്നും ഫിംഗർ ഇലക്ട്രോഡിൽ നിന്നുമായിരിക്കും നമ്മൾ ടെർമിനൽസ് പുറത്തേക്ക് എടുക്കുന്നത്. ഈ ടെർമിനൽസ് അക്രോസ് ആയിരിക്കും നമുക്ക് ലൈറ്റിനനുസരിച്ച് വോൾട്ടേജ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സോളാർ ലൈറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള വേവ്സ് ഉണ്ടാകും. പല വേവ് ലെങ്ത് അല്ലെങ്കിൽ പല ഫ്രീക്വൻസി ആയിട്ടുള്ള വേവ്സ് കമ്പൈൻ ചെയ്യുന്നതാണ് ഒരു സോളാർ സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ മൂന്ന് റീജിയൻ, അതായത് എൻ റീജിയൻ ഉണ്ട്, പി റീജിയൻ ഉണ്ട്, ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. ഈ മൂന്ന് റീജിയനും മൂന്ന് രീതിയിലായിരിക്കും ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. സോ എൻ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഷോർട്ട് വേവ് ലെങ്ത് ആയിട്ടുള്ള വേവ്സിനെ ആയിരിക്കും എൻ റീജിയനിന് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഈ ഷോർട്ട് വേവ് ലെങ്തിലുള്ള വേവ്സ് ചെന്ന് കഴിയുമ്പം എൻ റീജിയൻ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ മീഡിയം വേവ് ലെങ്തുള്ള വേവ്സ് ചെന്ന് കഴിയുമ്പോൾ ഡിപ്ലീഷൻ റീജിയനിലേക്കായിരിക്കും അവർ പോകുന്നത്. അതേപോലെ ലോങ് വേവ് ലെങ്ത് ഉള്ളവർ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പി റീജിയനിലായിരിക്കും ചെല്ലുന്നത്. സോ ഈ മൂന്ന് റീജിയനിലും ചെല്ലുന്ന പല വേവ്സുകൾ ടോട്ടലി ഇതിനകത്ത് മൊത്തത്തിൽ ഒരു ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജിനെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ചാർജ് കാരിയേഴ്സിനെ അവിടെ ജനറേറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു പി ടൈപ്പ് എൻ ടൈപ്പ് റീജിയൻ ഉണ്ട്. അവിടെ ചാർജസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ ഡിപ്ലീഷൻ റീജിയനിൽ ഒരു ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നുണ്ട്. സോ ഈ ഇലക്ട്രോൺസും ഈ ലൈറ്റ് ഇൻസിഡൻ്റ് ആയി കഴിയുമ്പോൾ റിലീസ് ചെയ്ത ഇലക്ട്രോൺസും അതേപോലെ തന്നെ ഈ റിലീസ് ചെയ്ത ഇലക്ട്രോൺസ് മുഖാന്തരം അവിടെ ഉണ്ടാകുന്ന ഒരു ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യലും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നത്. സോ ഇതാണ് നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സോളാർ സെൽ. സോ എൻ റീജിയനിൽ വന്ന് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും. പി റീജിയനിൽ വന്നു കഴിയുമ്പോൾ അവിടുത്തെ ക്യാരിയർ ആയിട്ടുള്ള ഹോൾസ് ആയിരിക്കും വരുന്നത്. സോ എന്നും പി കൊണ്ട് നടുക്കൊരു ഡിപ്ലീഷൻ റീജിയനാണ്.
സോ അവിടെ എന്തുണ്ടാവും, എന്നും പി എം റീജിയനിലുള്ള കാരിയേഴ്സും ഡിപ്ലീഷൻ റീജിയനിലുള്ളൊരു ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ, ഇത് ഫൈനലി റിസൾട്ട് ചെയ്യുന്നത് ഒരു വോൾട്ടേജിലേക്കായിരിക്കും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കറണ്ടിനെ നമ്മൾ കോണ്ടാക്ട്സ് ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അതേപോലെ എത്രമാത്രം വോൾട്ടേജ് കിട്ടും എന്നുള്ളത് എത്രമാത്രം ലൈറ്റ് വന്ന് ഇൻസിഡൻ്റ് ആയി എന്നുള്ളൊരു ടെർമിനോളജി ഡിപ്പെൻഡ് ചെയ്യും. സോ നമുക്ക് ഓൾറെഡി അറിയാം സോളാർ സെൽസ് ട്രാക്കിംഗ് ആയിട്ടുള്ള സോളാർ സെൽസ് ഉണ്ട്. അതായത് ലൈറ്റിനനുസരിച്ച് അവരുടെ ഡയറക്ഷൻ വേരി ചെയ്യും. അതായത് മാക്സിമം വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാക്കിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും സോളാർ സെൽസിനെ നോർമലി ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ഏതൊക്കെ തരം സോളാർ സെൽസ് ഉണ്ടെന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്. ഏതൊക്കെ തരം എന്നുള്ളത് നമുക്ക് സോളാർ സെൽസ് പലതരത്തിലുണ്ട്. അമോർഫസ് സോളാർ സെൽസ് ഉണ്ട്, ക്രിസ്റ്റലൈൻ സോളാർ സെൽസ് ഉണ്ട്, പിന്നെ തിൻ ഫിലിം സോളാർ സെൽസ് ഉണ്ട്, ഇങ്ങനെ ധാരാളം സോളാർ സെൽസ് ഉണ്ട്. ഇതിൽ നമുക്ക് 3 സോളാർ സെൽസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് സിലിക്കൺ സോളാർ സെൽസ്, ഒന്ന് ഗാലിയം ആർസനൈഡ് സോളാർ സെൽ, മൂന്നാമത്തത് ഓർഗാനിക് സോളാർ സെൽ. സോ സിലിക്കൺ സോളാർ സെൽ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ നമ്മൾ സോളാർ സെൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കണാണ്. നല്ല ക്വാളിറ്റിയുള്ള സിലിക്കൺ ആയിരിക്കും എടുക്കുക. പക്ഷേ ക്വാളിറ്റി ഹൈ പ്യൂരിറ്റി സിലിക്കൺ എടുക്കുമ്പോൾ കോസ്റ്റും കൂടെ കൂടും അതിനനുസരിച്ച്. ഇനി ഇത് മെയിൻലി 2 തരമുണ്ട്. ക്രിസ്റ്റലൈൻ ആയിരിക്കും, സിലിക്കൺ സോളാർ സെൽസ് ക്രിസ്റ്റലൈൻ ആയിരിക്കും, അതായത് അവരുടെ സ്ട്രക്ചർ എപ്പോഴും യൂണിഫോം ആയിരിക്കും, അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് യൂണിഫോം ആയിരിക്കും. ഇനി 2 തരത്തിലുണ്ട്, മോണോ ക്രിസ്റ്റലൈനും പോളി ക്രിസ്റ്റലൈനും. സോ മോണോ ക്രിസ്റ്റലൈനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സിലിക്കണെ നമ്മൾ കുറച്ച് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് അത് സിലിണ്ടറിക്കൽ ഷേപ്പിൽ ആക്കിയിട്ട് അതിൽ നിന്ന് എടുക്കുന്ന വേഫേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ ഉണ്ടാക്കുന്നത്. ഈ മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എഫിഷ്യൻസി 20 to 25% എഫിഷ്യൻസി ഉണ്ടാകും. അതേപോലെ തന്നെ ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എത്ര വർഷം നിൽക്കുമെന്ന് വെച്ചാൽ 25 വർഷം വരെ ഇവർക്ക് മാനുഫാക്ചേഴ്സ് ഗ്യാരണ്ടി തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇവർക്ക് ലൈറ്റ് കുറഞ്ഞ സമയത്ത് പോലും വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ മോണോക്രിസ്റ്റലൈൻ സിലിക്കൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എഫിഷ്യൻസി ഉണ്ട്, പിന്നെ അധികം സ്പേസ് കൺസ്യൂം ചെയ്യുന്നില്ല, പിന്നെ അതേപോലെ തന്നെ ചെറിയ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലും വർക്ക് ചെയ്യും, പിന്നെ ലോങ് ലൈഫുമാണ്. പക്ഷേ ഇവർ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മോണോക്രിസ്റ്റലൈൻ സിലിക്കൺ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറേ ഹൈലി പ്യുവർ ആയിട്ടുള്ള സിലിക്കൺ വേണം. അതുപോലെ മാനുഫാക്ചറിങ് പ്രോസസ്സും കുറച്ച് ടൈമിങ് എടുക്കുന്നതും അതുപോലെ കോസ്റ്റ്ലിയുമാണ്. അതുകൊണ്ട് തന്നെ മോണോക്രിസ്റ്റലൈൻ സിലിക്കൺസ് എക്സ്പെൻസീവാണ്. പിന്നെ അതേപോലെ നമ്മളുടെ സോളാർ പാനൽസൊക്കെ മോണോക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സോളാർ പാനൽസിൽ പൊടി അഴുക്കുമൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കുകയും ചെയ്യും. വേണമെങ്കിൽ ആ സെല്ല് ബ്രേക്ക് ഡൗൺ ആയി പോകാനും സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ തരം സിലിക്കൺ അല്ലെങ്കിൽ രണ്ടാമത്തെ തരം സിലിക്കൺ സോളാർ സെല്ലാണ് പോളിക്രിസ്റ്റലൈൻ. സോ പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന് ഒന്നിലധികം ഓരോ സിലിക്കൺ ആറ്റംസിനും സ്ട്രക്ചറലി വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അതിനെ പോളി സിലിക്കൺ അല്ലെങ്കിൽ മൾട്ടി ക്രിസ്റ്റലൈൻ സിലിക്കൺ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അധികം മാനുഫാക്ചറിങ് പ്രോസസ്സൊന്നുമില്ല. നമുക്ക് റോ ആയിട്ട് കിട്ടുന്ന സിലിക്കണിൽ തന്നെ നമ്മളൊന്ന് മെൽറ്റ് ചെയ്യുന്നു, റീക്രിസ്റ്റലൈസ് ചെയ്യുന്നു, അതിൽ നിന്നായിരിക്കും നമ്മൾ സോളാർ സെൽസിനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചീപ്പർ പ്രോസസ്സായിരിക്കും. പക്ഷേ എഫിഷ്യൻസി ഒരു 13 to 16% എഫിഷ്യൻസി എടുക്കത്തുള്ളൂ. അത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സ്പേസ് കൺസപ്ഷനൊക്കെ കുറച്ചുകൂടെ മോണോ ക്രിസ്റ്റലൈനേക്കാളിലും കൂടുതലായിരിക്കും. സോ പോളിക്രിസ്റ്റലൈൻ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ക്രിസ്റ്റലൈനാണ്, അവർക്ക് ചീപ്പറാണ്, പക്ഷേ എഫിഷ്യൻസിയും കാര്യങ്ങളും വളരെ കുറവാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഗാലിയം ആർസനൈഡ്. സോ ഗാലിയം ആർസനൈഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിലിക്കണേക്കാട്ടിലും 6 times ആണ് ഇതിൻ്റെ ഇലക്ട്രോൺ മൊബിലിറ്റി. അതായത് നമുക്ക് ഒന്നുകൂടെ ഫാസ്റ്റർ റെസ്പോൺസ് കിട്ടാൻ സഹായിക്കുന്നത് ഗാലിയം ആർസനൈഡാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എല്ലാ സോളാർ സെല്ലിലും ഞാൻ നേരത്തെ ഫോട്ടോ തെർമൽ കൺവേർഷൻ പറഞ്ഞ പോലെ ഫോട്ടോ വോൾട്ടായിക്കിനും വേണ്ട ഒരു കാര്യമാണ് എത്രമാത്രം ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഗാലിയം ആർസനൈഡിന് 10 times മോർ ദാൻ ദാറ്റ് ഓഫ് സിലിക്കൺ ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എഫിഷ്യൻസി കുറേ കൂടെ കൂടുതലായിരിക്കും. പക്ഷേ ഒരു ബേസിക് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലിയം ആർസനൈഡ് ഹൈലി പ്യൂരിറ്റി ഉള്ള ഗാലിയം ആർസനൈഡിന് കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ തരമാണ് ഓർഗാനിക് സോളാർ സെൽസ്. സോ ഓർഗാനിക് സോളാർ സെൽസ് ആ പേരിൽ തന്നെയുള്ള ഓർഗാനിക് ആയിരിക്കും, അതായത് കാർബൺ കോമ്പൗണ്ട് ബേസ്ഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ സോളാർ സെൽസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് കാർബണിൻ്റെ കോമ്പൗണ്ട്സ് ആയിരിക്കും. ഇതിന് ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും, അതായത് സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കാനുള്ള കഴിവുണ്ട്, ലൈറ്റിനെ അബ്സർവ് ചെയ്യാനുള്ള കഴിവുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ വോൾട്ടേജ് കിട്ടുകയും കഴിയും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഇത് തിൻ ഫിലിമാണ്, അതുകൊണ്ട് നമുക്ക് ഒത്തിരി ലൈറ്റിനെ എടുക്കാം. അതേപോലെ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറവാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, പിന്നെ ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇൻഡസ്ട്രികളിൽ യൂസ് ചെയ്ത് വരുന്നത് ഓർഗാനിക് സോളാർ സെൽസ് ആണ്. നമ്മൾ ഹൗസ് ഹോൾഡിലൊന്നും അത്ര വൈഡ്ലി ഡിപ്ലോയ് ചെയ്തിട്ടില്ല, പക്ഷേ ഇൻഡസ്ട്രിയൽക്ക് ഫാസ്റ്റ് റെസ്പോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓർഗാനിക് സോളാർ സെൽസ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ കണ്ടത് ഫോട്ടോ വോൾട്ടൈക് കൺവേർഷനാണ്. ഓൾറെഡി നമുക്കറിയാം സോളാർ പാനൽസ് ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ലൈറ്റ് വന്ന് വീണ് കഴിയുമ്പോൾ എൻ റീജിയനിലായിരിക്കും, ഒരു സോളാർ സെല്ലിൻ്റെ എൻ റീജിയനിലായിരിക്കും ലൈറ്റ് വന്ന് ഫോൾ ചെയ്യുന്നത്. അപ്പം ആ എൻ റീജിയനിൽ ഷോർട്ട് വേവ് ലെങ്തുള്ള ലൈറ്റ്സിനെ അബ്സോർവ് ചെയ്യും. ഡിപ്ലീഷൻ റീജിയനിൽ മീഡിയം ആയിട്ടുള്ളതും പി റീജിയനിൽ ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വേവ് ലെങ്തുള്ള മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ലൈറ്റിനെ ആയിരിക്കും അബ്സോർവ് ചെയ്യുന്നത്. ഇതിനനുസരിച്ച് അതിനകത്ത് കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുകയും ഇതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാവുക. ഈ പൊട്ടൻഷ്യൽ നമുക്ക് ആ ടെർമിനൽസിന് അക്രോസ് എടുക്കാം. സോ പി ടൈപ്പിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്റ്റ് മേക്ക് ചെയ്തെടുക്കാം. എൻ ടൈപ്പിൽ ലൈറ്റ് ഫോളോ ചെയ്യുന്ന റീജിയൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ പോർഷനിൽ നിന്നാണ് വോൾട്ടേജ് മൊത്തം കളക്ട് ചെയ്യുന്നത്. അതിന് ഫിംഗർ ഇലക്ട്രോഡ് പറയും. ഫിംഗർ ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ടായിരിക്കും വോൾട്ടേജ് എടുക്കുക. പിന്നെ ഏറ്റവും മെയിൻലി നമുക്ക് പഠിക്കാനുള്ള 3 തരം: സിലിക്കണും, ഗാലിയം ആർസെനൈഡും, ഓർഗാനിക്കും. സിലിക്കണകത്ത് നമ്മൾ സിലിക്കൺ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഒത്തിരി അഡ്വാൻറ്റേജസും ഉണ്ട്, പക്ഷേ കോസ്റ്റിൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട്. അപ്പം നമ്മൾ കോസ്റ്റ് വെച്ചിട്ടായിരിക്കും ഏത് ടൈപ്പ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഗാലിയം ആർസെനൈഡ് സിലിക്കണേക്കാളും വില കൂടുതലാണ്. പിന്നെ ഓർഗാനിക് സെൽസാണ് കുറച്ചുകൂടെ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറവ്, പക്ഷേ നമ്മളത് ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഡിപ്ലോയ് ചെയ്ത് വരുന്നേ ഉള്ളൂ. താങ്ക് യു.